Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹാകാലത്ത് ഈശോയുടെ ദൈവികത, ദൈവപുത്രത്വം, ദൈവികമായ അധികാരം വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗങ്ങളാണല്ലോ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം തനിക്ക് സ്വന്തം നഗരം പോലെ കരുതപ്പെട്ടിരുന്ന കഫർനാമിലെത്തുകയാണ്. അവിടെ വീട്ടിൽ പ്രവേശിച്ചു എന്നാണ് സുവിശേഷത്തിലെ 2-ാം അധ്യായം ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസിൻ്റെ ഭവനവും ആ ഭവനം നിലനിന്നിരുന്ന സ്ഥലത്തുള്ള ഒരു ദേവാലയവും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എതിർവശത്തായിട്ട് കഫർനാമിൽ ഉണ്ടായിരുന്ന അതിപുരാതന സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളും ഇന്ന് കഫർനാമിൽ ചെല്ലുന്നവർക്ക് ദൃശ്യമാണ്. അപ്പോൾ ഈ മിക്കവാറും പത്രോസിൻ്റെ ഭവനത്തിലാകണം ഈശോ കഫർനാമിൽ താമസിച്ച് പഠിപ്പിച്ചിരുന്നത്. അവിടുത്തെ പ്രബോധന വിഷയം ഒന്ന് തന്നെയായിരുന്നു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. ഇത് കേൾക്കുവാൻ വേണ്ടി അനേകർ വീടിനുള്ളിലുണ്ടായിരുന്നു. വാതിൽക്കൽ പോലും ആൾക്കാർ തടിച്ചുകൂടിയിരുന്നുവെന്നാണ് സുവിശേഷകൻ പറയുന്നത്. ഈ സമയത്താണ് 4 സുഹൃത്തുക്കൾ കൂടി തങ്ങളുടെ തളർവാദം ബാധിച്ച ഒരു സ്നേഹിതനെ ഈശോയുടെ പക്കൽ കൊണ്ടുവരുന്നത്. ഈശോയുടെ പക്കലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ ആൾക്കാർ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് അവർ വേറൊരു വഴി കണ്ടുപിടിച്ചു. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച്, പണ്ട് കാലത്തുണ്ടായിരുന്ന വീടുകൾ പുല്ലുകൊണ്ടോ ഓല കൊണ്ടോ ഒക്കെ മേഞ്ഞിരുന്ന വീടുകൾ അല്ലെങ്കിൽ ഓടുകൊണ്ടുള്ളതാണെങ്കിൽ പോലും എടുത്തു മാറ്റാവുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ആ ഓല അല്ലെങ്കിൽ ഓട് പൊളിച്ച് തളർവാദ രോഗിയെ ഈശോ നിന്നിരുന്ന സ്ഥലത്തേക്ക് ഈശോയുടെ മുമ്പിലേക്ക് ഈ 4 പേര് കൂടി ഈ തളർവാദ രോഗി ഇറക്കുകയാണ്. സുവിശേഷൻ പറയുന്നത് അവരുടെ വിശ്വാസം കണ്ട് ഈശോ അരുൾ ചെയ്തെന്നാണ് പറയുന്നത്. ഈശോ അവന് സൗഖ്യം നൽകിയെന്നാണ് പറയുന്നത്. ആരുടെ വിശ്വാസം കണ്ട്? ഈ കൊണ്ടുവന്ന 4 സ്നേഹിതരുടെ വിശ്വാസം കണ്ട്. 4 പേരുടെ അല്ല, നിശ്ചയമായും 5 പേരുടെയുണ്ട്. ഈ തളർവാദ രോഗിക്കും വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് സൗഖ്യം നൽകാൻ സാധിക്കും, ഈശോ തന്നെ സുഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ 4 സ്നേഹിതരോട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതും. അപ്പോൾ ഈ 5 പേരുടെയും വിശ്വാസം കണ്ടിട്ടാണ് ഈശോ തളർവാദ രോഗിയോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് അവിടെ കൂടിയിരുന്ന നിയമജ്ഞർക്കും ഫരിസേയർക്കുമെല്ലാം പ്രശ്നമുണ്ടാകുന്നത്. കാരണം പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് യഹൂദരുടെ മാത്രമല്ല എല്ലാ മതവിശ്വാസികളുടെയും ബോധ്യമാണ്. ഏശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്, പാപങ്ങൾ മോചിക്കുവാനും കടങ്ങൾ പൊറുക്കുവാനുമുള്ള അധികാരം സൃഷ്ടാവായ പരിപാലകനായ ദൈവത്തിൻ്റേത് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ നിയമജന ഫരിസേയരും ഈശോയെക്കുറിച്ച് ഉള്ളിൽ ചിന്തിക്കുന്നത്, ഇവനെന്തധികാരം പാപം മോചിക്കുവാൻ ദൈവത്തിനുള്ള അധികാരമുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ ഈശോ ഇത് പറഞ്ഞത് തന്നെ ഈശോയ്ക്ക് ദൈവികമായ അധികാരമുണ്ട്, പിതാവായ ദൈവത്തിനുള്ള അവർ തന്നെ പറഞ്ഞിരുന്ന ഈ കാര്യം, പാപം മോചിക്കാൻ ദൈവത്തിനല്ലേ അധികാരമുള്ളൂ എന്നുള്ള ആ വാദത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് എന്നാണ് സഭാപിതാവായ ക്രിസോസ്തോം പറയുന്നത്. അവരുടെ ബോധ്യമായിരുന്നു ഏശയ്യ 43:25 അനുസരിച്ചുള്ളത്, പാപം മോചിക്കുവാൻ ദൈവത്തിന് അധികാരമുള്ളൂ എന്നുള്ളത്. അത് അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ വാദത്തെ തന്നെയാണ് അവർക്കെതിരെ ഈശോ തിരിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പാപം മോചിക്കാൻ ദൈവത്തിന് അധികാരമുള്ളൂ, ഈ ദൈവികമായ അധികാരമുള്ളവനാണ് ഞാൻ ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ് എന്നുള്ളത് പരോക്ഷമായി അവിടുന്ന് തെളിയിക്കുകയായിരുന്നു ചെയ്തത്. പാപം മോചിക്കുവാനുള്ള അധികാരം അത് ആർക്കെതിരെയാണോ തെറ്റ് ചെയ്യുന്നത്, ആ ഒരു പാപം വഴി, തെറ്റ് വഴി ആർക്കാണോ നാശമുണ്ടായത്, ദ്രോഹമുണ്ടായത്, ക്ഷതം സംഭവിച്ചത്, അവർ തന്നെയാണല്ലോ പരിഹാരം, അല്ലെങ്കിൽ അവർ തന്നെയാണല്ലോ ക്ഷമിക്കേണ്ടത്. സഭാപിതാവായ ഇരണേവൂസിൻ്റെ വാദമാണ്. അതായത് നമ്മൾ പാപം ചെയ്യുമ്പോൾ ദ്രോഹിക്കുന്നത് ദൈവത്തെയാണ്, ദൈവത്തിനാണ് അതുകൊണ്ട് വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമ വരേണ്ടത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പാപം മോചിക്കുവാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് യഹൂദരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണമായിരുന്നത്. ഇവരുള്ളിൽ വിചാരിക്കുകയാണ്, ദൈവത്തിനല്ലേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ, ഈ നസറായന്, ഈ ആശാരി ചെറുക്കൻ എന്ത് അധികാരമെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വിചാരം പോലും ഈശോ തിരിച്ചറിയുകയാണ്. ഇത് വേറൊരു ദൈവികമായ അധികാരത്തിൻ്റെ മറ്റൊരു വശമാണ് ഇവിടെ നമ്മൾ വ്യക്തമാകുന്നത്. അതായത് മനുഷ്യൻ്റെ
ഹൃദയ രഹസ്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രിസോസ്തോം പിതാവാണത് പറയുന്നത്. ക്രിസോസ്തോമിന്റെ അഭിപ്രായത്തിൽ ഈ നിയമജനം ഫരിസേയരും ഉള്ളിൽ വിചാരിച്ചതുപോലെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനായിരുന്നു ഈശോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ഉണ്ണിമിശിഹായ ദേവാലയത്തിൽ, ഓർസലൻ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ശിമയോൻ ദീർഘദർശി കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, ഇവൻ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മളിവിടെ കാണുകയാണ്. കഫർനാമിൽ വെച്ച്, ഈ ഭവനത്തിൽ വെച്ച് അവർ വിചാരിച്ചതേ ഉള്ളൂ, അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ ഈശോ തിരിച്ചറിഞ്ഞ് പറയുകയാണ്, നിങ്ങൾ എന്താണ് അങ്ങനെ വിചാരിക്കുന്നത്? പാവം മോചിക്കാൻ ദൈവത്തിന് അധികാരമുള്ളൂ, ശരിയാണ്, ആ അധികാരമുള്ളവനാണ് ഞാൻ. അത് പറയുന്നതാണോ നീ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതാണ് എളുപ്പമെന്ന് പറഞ്ഞിട്ട് ഈശോ അവനോട് പറയുകയാണ്, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. അപ്പോൾ ഇവിടെ ഈശോയ്ക്ക് അലക്സാണ്ട്രിയയിലെ സിറിൽ എന്ന സഭാപിതാവ് പറയും, ഇവിടെ വ്യക്തമാക്കുന്നത് അവിടുന്ന് ആത്മാവിനെ മാത്രം സുഖപ്പെടുത്തുന്നവനല്ല, ശരീരത്തെ സുഖപ്പെടുത്തുന്നവനാണ്. അവിടുന്ന് നൽകുന്ന സൗഖ്യം സമഗ്ര വ്യക്തിയുടെ സൗഖ്യമാണ്, സമഗ്ര വിമോചകനാണ് അവിടുന്ന് എന്നുള്ളതിന് തെളിവാണ് ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകുന്ന. അവൻ്റെ തളർവാദം മാറ്റുക മാത്രമല്ല, അവൻ്റെ ആത്മാവിന് ബാധിച്ചിരുന്ന തളർവാദം കൂടി, പാപം കൂടി ക്ഷമിക്കുകയാണ് ഈശോ ചെയ്യുന്നത് എന്ന് അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് പിതാവ് തന്നെ പറയും. സർവ്വത്തിൻ്റെ മേലും അധികാരമുള്ള, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈശോ പറയുന്നത്. അപ്പോൾ ആ സർവ്വ അധികാരവും ലഭിച്ചവനാണ് ഇവിടെ പാപം മോചിക്കുകയും തളർവാദ രോഗം സുഖപ്പെടുത്തുകയും ചെയ്യുന്നത് എന്ന് പറയുന്നു. ഈശോ എന്താണ് അയാളോട് പറഞ്ഞത്? നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. എന്തുകൊണ്ടാണ് കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞത്? ഇതേക്കുറിച്ച് പീറ്റർ ക്രിസോലോഗസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയും, നിന്നെ ഇതുവരെ സഹിച്ചത് ഈ കിടക്കയാണ്. നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ ഈ കിടക്കയായിരുന്നു നിനക്കുള്ള സ്ഥാനം. ഇനി നീ നിന്റെ രോഗത്തിന്റെ തെളിവ് ലോകത്തിന് സാക്ഷി വേണ്ടി നീ വഹിക്കുക. അപ്പോൾ ഇതുവരെ ഇവനെ താങ്ങിയിരുന്ന, ഇവൻ രോഗിയാണ്, ഇവന്റെ രോഗവും ഇവനെ ഐഡന്റിഫൈ ചെയ്തിരുന്നത് കിടക്കയുമായിട്ടായിരുന്നു. അപ്പോൾ കിടക്ക ഇവന്റെ രോഗത്തിന്റെ തെളിവായിരുന്നു. ഇവൻ ഇതുമെടുത്ത് നടക്കുമ്പോൾ ഈ കിടക്കയിൽ ഇവനെ കണ്ടിരുന്നവർ ഓർക്കും, ഇവൻ ആ കിടക്കയിൽ കിടന്നിരുന്നവനാണ്, അത് ലോകത്തിനുള്ളൊരു സാക്ഷ്യമാണ് എന്ന് പീറ്റർ ക്രിസോലോഗസ് പറയുന്നുണ്ട്. നിന്റെ രോഗത്തിന്റെ തെളിവ്, നീ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതിന് തെളിവായിട്ടാണ്, നിന്റെ സൗഖ്യത്തിനുള്ള തെളിവായിട്ടാണ് നീ കിടക്കയും കൊണ്ട് പോകേണ്ടത് എന്ന് പീറ്റർ ക്രിസോലോഗസ് പറയുന്നത്. മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ് പിതാവ് പറയും, നീ കിടക്കയും എടുത്ത് പോകുക എന്ന് പറഞ്ഞ് കിടക്കയെടുക്കണമെങ്കിൽ അതിനുള്ള ആരോഗ്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ആരോഗ്യം ഈശോ ഇവനെ പ്രദാനം ചെയ്തിട്ടാണ് ഈ കൽപ്പന നൽകുന്നത് എന്ന് അംബ്രോസ് പിതാവും പറയും. ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ അഗസ്തിനോസ് സഭാപിതാവ് പറയുന്നത്, നാമും ഈ അവസ്ഥയിലാണ്, തളർവാദം ബാധിച്ച അവസ്ഥയിലാണ്. ശാരീരികമായ തളർവാദമായിരിക്കില്ല, ആന്തരികമായ തളർവാദം ബാധിച്ചവരാണ് നമ്മൾ. ഈ ആന്തരികമായ തളർവാദമാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്ത പാപമോചനത്തെക്കുറിച്ചായിരുന്നല്ലോ. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നമ്മുടെ സഭയിൽ പൂർവാധികം തീക്ഷ്ണതയോടുകൂടി നമ്മൾ 3 നോമ്പ് ആചരിക്കുകയുണ്ടായി. യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട്, അല്ലെങ്കിൽ യോനാ പ്രവാചകൻ തന്നെ അനുദപിച്ചതിൻ്റെയും യോഹന്നാന്റെ പ്രസംഗം കേട്ട് നിനിവേ നിവാസികൾ അനുദപിച്ചതിൻ്റെയും അനുദപിച്ച് ചാക്കുകൊടുത്ത് ചാരം പൂശി പരിഹാരം ചെയ്തതിൻ്റെയും എല്ലാം ഓർമ്മ നമ്മൾ ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടുകയായിരുന്നു വലിയ നോമ്പിന് 18 ദിവസം മുമ്പുള്ള ഈ ദിവസങ്ങളിൽ. അപ്പോൾ ആ വലിയ നോമ്പിനുള്ള ഒരുക്കമായിട്ടായിരുന്നല്ലോ നമ്മുടെ ഈ 3 ദിവസത്തെ നോമ്പ് ആചരിച്ചത്. അപ്പോൾ അത് ആ പാപപരിഹാരം, പാപമോചിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ വായനയിൽ ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ പാപവിമുക്തി യാഗത്തെക്കുറിച്ചാണല്ലോ അവിടെ പറയുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായാൽ, ഒരു സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായാൽ പുരോഹിതൻ എപ്രകാരമാണ് അതിന് പരിഹാരം ചെയ്യേണ്ടത്? മൂലിക്കിടാവിനെ കൊന്ന് അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ പുരട്ടുന്നത് എങ്ങനെയാണ്, ബാക്കിയുടെ രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്നെല്ലാം പറയുമ്പോൾ ആ ഹോമ ബലിപീഠം എങ്ങനെയാണ് പാപമോചകമായി തീരുന്നത് എന്നാണ്. ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പുരോഹിതൻ അവരെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ പ്പെടും. ആര് ക്ഷമിക്കും? പിതാവായ ദൈവം ക്ഷമിക്കും. പാപമോചിക്കാൻ അധികാരം ദൈവത്തിനാണ് എന്നുള്ളതിൻ്റെ വീണ്ടും മറ്റൊരു തെളിവാണിത്. പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്, ഓർശലമിന്റെ നാശം മുൻകൂട്ടി കാണുന്ന, ദർശനത്തിൽ കാണുന്ന ദാനിയേൽ എപ്രകാരമാണ് ഉപവാസവും ചാക്കും ചാരവുമായിട്ട് പ്രാർത്ഥനകളാലും കൃപായാതനകളാലും നടത്തുവാനായിട്ട് ദൈവമായ കർത്താവിന് നേർക്ക് മുഖം ധരിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജനത്തിന്റെ മുഖം ലജ്ജാമുഖമായി തീർന്നു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ലജ്ജ പാപം ചെയ്തതിൻ്റെ പാപം ചെയ്തത് കൊണ്ട് ദൈവ തിരുമുൻപിൽ നിൽക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആ വികാരമാണ്. അപ്പോൾ ആ ലജ്ജാമുഖത്തെ മാറ്റുവാനായിട്ടാണ്
ഈ പാപപരിഹാരം, ഞങ്ങൾ അങ്ങയെ ധിക്കരിച്ചു, അങ്ങേക്കെതിരെ പാപം ചെയ്തു, പക്ഷേ അങ്ങേക്കുള്ളത് ആർദ്രതയും പാപപ്രതിയുമാണ് എന്ന് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ്. പാപമോചനത്തിന് എപ്രകാരമാണ് പരിഹാര ബലി അർപ്പിക്കേണ്ടത്, പാപപരിഹാര ബലി, പാപവിമുക്തി ബലി എപ്രകാരമാണ് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ള വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുതന്നെയായിരുന്നു 3 നോമ്പിലൂടെ യോനായുടെ പ്രസംഗത്തിൻ്റെ, യോനായുടെ അനുഭവത്തിൻ്റെ, നിനിവേക്കാരുടെ മാനസാന്തരത്തിൻ്റെ ചരിത്രമെല്ലാം അനുസ്മരിച്ചപ്പോൾ നമ്മൾ അനുസ്മരിച്ചതും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചതുമെല്ലാം. പൗലോസ്ലീഹ കൊലോസായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 1-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന. അവിടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധനോടൊപ്പം പ്രകാശത്തിൽ പങ്കുചേരുവാൻ അവകാശികളാകുവാൻ വേണ്ടി പിതാവായ ദൈവം നമ്മെ യോഗ്യരാക്കി. പ്രകാശം ഈശോയാണ്, ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ വന്ന മിശിഹായാണ്. അവിടെ നിന്നാണ് നമ്മുടെ രക്ഷയും പാപമോചനവും എന്നും പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ പാപമോചനം നൽകാൻ വേണ്ടി, പാപമോചനം തന്നെ രക്ഷയുടെ വേറൊരു മാനമാണ്, അല്ലെങ്കിൽ പാപമോചനമാണ് രക്ഷ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതാണല്ലോ രക്ഷ. അപ്പോൾ ഇത് നൽകുവാനായിട്ട് വന്നവനിലുള്ള അവനാണ് പ്രകാശം, അവനാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നത്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച്, തിന്മയുടെ പിടിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് പ്രകാശമായ മിശിഹായിലേക്ക് കൊണ്ടുവരുന്നത് പിതാവായ ദൈവമാണ്. ആ പിതാവിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപ് ആദ്യജാതനുമായ മിശിഹ, അവനാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്. അപ്പോൾ ഈ ശിരസിനോട് ചേർന്ന് എല്ലാ വസ്തുക്കളെയും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതുമായ എല്ലാ വസ്തുക്കളിലെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുന്ന ആ കുരിശിലെ യാഗം വഴി അവിടുന്ന് നമ്മളുമായിട്ടുള്ള സമാധാനം സ്ഥാപിച്ചു എന്നാണല്ലോ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ നമ്മെ തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അനുരഞ്ജിപ്പിച്ച, മനുഷ്യവർഗത്തെ ദൈവമായിട്ട് അനുരഞ്ജിപ്പിച്ച് ആ മിശിഹായെ പ്രതി നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. അവനിലാണ് നമ്മുടെ രക്ഷ, അവനിലാണ് നമ്മുടെ പാപമോചനം. അപ്പോൾ പാപമോചനം നൽകാൻ സാധിക്കുന്നവനാണ്, അതിലൂടെ രക്ഷ നൽകുന്നവനാണ് മിശിഹ എന്ന് നമ്മെ പൗലോസ്ലീഹായും ഓർമ്മിപ്പിക്കുകയാണ്. ആഗസ്തീനോസ് പിതാവ് പറഞ്ഞ് നമുക്ക് വിസ്മരിക്കാതിരിക്കാം, നമുക്കും ശാരീരികമായ തളർവാദമില്ലെങ്കിലും ആന്തരികമായ ആത്മീയമായ ആത്മാവിനെ ബാധിക്കുന്ന തളർവാദം നമുക്കുമൊക്കെ ഉണ്ടാകാം. അതാണ് നമ്മുടെ പാപം. അപ്പോൾ ഈ തളർവാദത്തിന്, അത് ശാരീരികമായിട്ടുള്ളത് മാത്രമല്ല, ആത്മീയമായിട്ടുള്ള തളർവാദത്തിനും പരിഹാരം ഈശോയ്ക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈശോയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ പാപങ്ങൾ എന്ന് പറയുന്നത്, അത് പാപം മോചിക്കാൻ അവിടത്തേക്ക് അധികാരമുള്ളൂ. ആ പാപമോചനമായിട്ടാണ് രക്ഷ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ദൈവമായ കർത്താവിൽ, പ്രകാശമായ മിശിഹായിൽ, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ആ മിശിഹായിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. നമ്മുടെ കുറവുകളും തെറ്റുകളും അവിടുത്തെ മുൻപിൽ ഏറ്റുപറയാം. നമ്മുടെ യാതനകളും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കാം. അവിടുന്ന് കനിയട്ടെ, നമ്മുടെ പാപങ്ങൾ മോചിക്കട്ടെ. അതിലൂടെ നമുക്ക് അവിടുന്ന് രക്ഷ നൽകുകയും ചെയ്യും.